ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. നമുക്ക് എടുക്കാനുള്ളത് ഇനി ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് രണ്ട് ടോപ്പിക്കാണ്. ഗ്രൂപ്പ് ബൈ ജോയിൻ. ഇതിൽ ജോയിൻ നമ്മൾ കുറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എന്താണെന്നുള്ളത് കേട്ടോ. നമ്മൾ എക്സാം ഒക്കെ അടുക്കാറായി, അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഞാൻ ഓരോ PPT-യും അയച്ചു തന്നിട്ടുണ്ട്, PDF അതിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ആക്കി നല്ല വൃത്തിക്ക് തന്നെ പഠിക്കാം കേട്ടോ. ഇപ്പൊ ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞാൽ നമുക്ക് വേർഡ് മീനിങ് തന്നെ ഉണ്ട്. എന്താണ് ദ ഗ്രൂപ്പ് ബൈ സ്റ്റേറ്റ്മെന്റ് ഗ്രൂപ്സ് ദി റോ ദാറ്റ് ഹാവ് സെയിം വാല്യൂസ് ഇൻ ടു സമ്മറി റോസ് ലൈക്ക് ഫൈൻഡ് ദി നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ഈച്ച് കൺട്രി. അതായത് നമുക്ക് ഒരു ഗ്രൂപ്പിന് ഒരേ വാല്യൂസ് വരുന്ന ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമുക്ക് ഗ്രൂപ്പ് ബൈ ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെയിം റോ, അതായത് സ്റ്റേറ്റ്മെന്റ് ഗ്രൂപ്സ് റോ ദാറ്റ് ഹാവ് സെയിം വാല്യൂസ്, ഇതാണ് നമ്മളെ കീ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓരോന്നിന്റെ കീവേഡ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോ ദെൻ അടുത്തൊരു പോയിന്റ് നോക്കാം, നമുക്ക് കോഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഗ്രൂപ്പ് ബൈ സ്റ്റേറ്റ്മെന്റ് ഓഫൺ ടു യൂസ് വിത്ത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൗണ്ട് എണ്ണം കാണാനാണ്. മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ ഫ്രം ദി ടേബിൾ. സം എന്ന് പറഞ്ഞാൽ ടോട്ടൽ സമ്മ് കാണാനാണ്. ആവറേജ്, ഇതാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. ഏതൊക്കെയാണ്? കൗണ്ട്, മാക്സ്, മിന്ന്, സമ്മ്, ആവറേജ്. ടു ഗ്രൂപ്പ് ദ റിസൾട്ട് സെറ്റ് ബൈ വൺ ഓർ മോർ കോളംസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ആവറേജ് സാലറി കാണണം, അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ബൈ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിൻ്റെതാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ആവറേജ് സാലറി 50,000-ന്റെ മുകളിൽ വാങ്ങുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ പേഴ്സൺസിന്റെ സാലറി കൗണ്ട് ചെയ്തിട്ട് സം ചെയ്തിട്ടാണ് നമ്മൾ ആവറേജ് സാലറി കാണുന്നത്. ഇപ്പൊ ഈ ആവറേജ് സാലറി 50,000-ന്റെ കൂടുതലുള്ളത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിനാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് നമ്മൾ ഗ്രൂപ്പ് ബൈ നമ്മൾ യൂസ് ചെയ്യുക. എന്താണ്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആവറേജ് വാല്യൂ. ഓക്കെ, ഏത് ഡിപ്പാർട്ട്മെന്റിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഒരു കുറിയാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ്, അല്ലെങ്കിൽ വിച്ച് ആർ ദി ഫോളോയിങ് ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഹാവ് ആവറേജ് സാലറി ഗ്രേറ്റർ ദാൻ 50,000, അല്ലെങ്കിൽ ആവറേജ് സാലറി ലെസ് ദാൻ 20,000 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറികൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞിട്ടുള്ള യൂസ് ചെയ്യുന്നു. ഇവിടെ സിൻടാക്സ് ഇവിടെ നോക്കാം. എന്തൊക്കെയാണ് സിൻടാക്സ് എന്നുള്ളത്? നമ്മൾ സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ വേർ കണ്ടീഷൻ യൂസ് ചെയ്യുന്നു. ഗ്രൂപ്പ് ബൈ ഏതാണ്, ഗ്രൂപ്പ് ബൈ ഏത് നെയിം ആണ്. ദെൻ ഓർഡർ ബൈ എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ. ബൈ ഡീഫാൾട്ട് എന്താണ്, അസെൻഡിങ് ഓർഡർ ആണ്. ബൈ ഡീഫാൾട്ട് ഏതാണ്, അസെൻഡിങ് ഓർഡർ ആണ്. അല്ലെങ്കിൽ ASC എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ DSC എന്ന് കൊടുത്താൽ മതി കേട്ടോ. DESC എന്ന് കൊടുത്താൽ മതി. ഡിസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, DESC എന്ന് കൊടുത്താൽ മതി. അതായത് ഷോർട്ട് കൊടുത്താൽ മതി കേട്ടോ. അസെൻഡിങ് ഓർഡർ ബൈ ഡീഫാൾട്ട് തന്നെ പ്രിന്റ് ചെയ്തോളൂ. ഇനി കൊടുത്ത് നിരാശ കുഴപ്പമൊന്നുമില്ല. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഇവിടെ ടേബിൾ ഇതാ 5 റോസ് ഉണ്ട്. ഇതിൽ സാലറി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കാം, സെലക്ട് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, എന്തൊക്കെ എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്? ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യണം. ആവറേജ് സാലറി. ഓക്കെ, ആവറേജ് സാലറി എനിക്ക് എന്ത് ചെയ്യണം, ആസ് ആവറേജ് സാലറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. AVG സാലറി അത് ഇതിലേക്ക് പ്രിന്റ് ചെയ്യും. ആവറേജ് സാലറി ഇതായിട്ട് കാണുന്നുള്ളത്. ഓക്കെ ഓക്കെ ഒരു പിന്നെ സബ് നെയിം കൊടുത്തതാണ്. അപ്പം ഈ ആവറേജ് സാലറി എനിക്ക് പ്രിന്റ് ചെയ്യണം. ആവറേജ് സാലറി ഡിപ്പാർട്ട്മെന്റ് പ്രിന്റ് ചെയ്യണം. ഫ്രം എംപ്ലോയീസ് വേർ സാലറി ഗ്രേറ്റർ ദാൻ 45,000. എന്താണ്, സാലറി ഗ്രേറ്റർ ദാൻ 45,000 ആണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, സെലക്ട് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആവറേജ് സാലറി ഫ്രം എംപ്ലോയീസ് വേർ സാലറി ഗ്രേറ്റർ ദാൻ 45,000. ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓർഡർ ബൈ ഡിസെൻഡിങ്. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ആക്ച്വലി ഇവിടെ എന്തൊക്കെ ഇവിടെ നടക്കുന്നത്, ഇവിടെ എന്താ നടക്കുന്നത്, നമുക്ക് എന്തൊക്കെയാണ്, ഡിപ്പാർട്ട്മെന്റ് പ്രിന്റ് ചെയ്യണം. അതുപോലെ തന്നെ ആവറേജ് സാലറി പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്, ആവറേജ് സാലറി അല്ല സോറി വേർ സാലറി ഗ്രേറ്റർ ദാൻ 45,000 ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓർഡർ ബൈ ഡിസെൻഡിങ്, DESC. ഇതാണ് നമ്മുടെ കൊറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ എന്താണ്, 45,000-ന്റെ കൂടുതലുള്ള സാലറി ആരതൊക്കെ കൂടുതലാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, ഈ ഒരു റോൺ എന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും. കാരണം എന്താ, ഈ റോ ഉണ്ടാവില്ല, ഇയാളുടെ 45,000 ആണ്.
45,000 കൂടുതലുള്ള സാലറി ആരൊക്കെയാണ്. അപ്പൊ ഇവിടെ വേർ കണ്ടീഷൻ നടക്കുന്നത് എന്താ, ആദ്യം ഇൻഡിവിജ്വൽ റോനെ നമ്മൾ നോക്കുന്നു. ഇപ്പൊ ഇവിടെ നോക്കാം, ഇവരൊക്കെയാണ് 45,000 കൂടുതലുള്ളത്. അപ്പൊ എന്താണ് ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നോക്കാം, ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് IT ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് ആക്കും. IT ഡിപ്പാർട്ട്മെന്റ് ഒരു ഗ്രൂപ്പ് ആക്കും. അതുപോലെ തന്നെ പിന്നെ ആരാളുള്ളത്, HR ഡിപ്പാർട്ട്മെന്റ് ഒരു ഗ്രൂപ്പ് ആക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്, ഡിപ്പാർട്ട്മെന്റ് പ്രിന്റ് ചെയ്യണം, ദെൻ ആവറേജ് സാലറി പ്രിന്റ് ചെയ്യണം. അപ്പൊ IT ഡിപ്പാർട്ട്മെന്റിന്റെ ആവറേജ് സാലറി ഏതാണ്, IT ഡിപ്പാർട്ട്മെന്റിന്റെ ആവറേജ് സാലറി എത്രയാണ്, 60,000 70,000 ഡിവൈഡഡ് ബൈ 2. രണ്ട് പേരാണ് IT ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് അല്ലെ. അപ്പം എത്ര വരാ നമുക്ക് 13,000 വരും അല്ല, സോറി 1,30,000 വരും അല്ലെ. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും, 52 സംതിങ് വരും അല്ലെ. ഓക്കെ, എത്രയാണ്, 52,500 വരും അല്ലെ. 52,500 വരും. ഇവിടെ എത്ര വരും, അതേപോലെ 60,000 വരും അല്ലെ. ഇവിടെ എത്രയാണ്, 60,000 വരും. HR നമുക്ക് HR നമ്മുടെ കൂടെ കൂട്ടുമ്പോൾ 60 അല്ലെ, സോറി ഇവിടെ 65,000 മാറിപ്പോയി. ഇവിടെ 65,000 HR ആദ്യം എഴുതിയത്, HR ആണ് ആദ്യം എഴുതിയത് കേട്ടോ. HR ആണ് ആദ്യം എഴുതിയത്. ഇവിടെ എത്ര വരും, 65 വരും. ഇവിടെ 52 വരും, 52,500 വരും. കാരണം എന്താ, ഓക്കെ. ദെൻ ഇവിടെ എത്ര വരും, 65 വരും. 1,30,000 1,30,000 വരുമ്പോൾ 65,000. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, ഓർഡർ ബൈ ഡിസെൻഡിങ് ഓർഡർ. ഓർഡർ ബൈ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഡിസെൻഡിങ് ഓർഡർ ആണ്. നെയിം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസെൻഡിങ് ഓർഡർ നോക്കുക, ആൽഫബറ്റിക്കൽ ഓർഡർ. ഇപ്പൊ ഇത് ഓൾറെഡി ഡിസെൻഡിങ് ഓർഡർ ആണ്. ഇനി ഓർഡർ ബൈ എന്താണ്, നെയിം എന്ന് പറഞ്ഞു കൊടുക്കും. ഓർഡർ ബൈ ഇവിടെ നോക്കുക, സോറി ഓർഡർ ബൈ ആവറേജ് സാലറി എന്താന്ന് കൊടുക്കണം കേട്ടോ. ഓർഡർ ബൈ ഡിസെൻഡിങ് അല്ല, ഓർഡർ ബൈ ഫോർ എക്സാമ്പിൾ നെയിം എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും, ഇപ്പം നെയിം എന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ആവറേജ് സാലറി എന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തത് ആവറേജ് സാലറി ആണ്. ആവറേജ് സാലറി ഡിസെൻഡിങ് ഓർഡർ ഇത് കൂടുതലാണ്, ഇത് കുറവാണ്, അങ്ങനെയാണ് വന്നത്. ഇനി ആവറേജ് സാലറി ഓർഡർ ബൈ നെയിം ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കും. എങ്ങനെ വേണമെങ്കിൽ ഏത് ആട്രിബ്യൂട്ട് ആണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ഓർഡർ ബൈയിൽ കൂടെ കൊടുക്കാം. ഡിസെൻഡിങ് ആണോ അസെൻഡിങ് ആണോ. ഫോർ എക്സാമ്പിൾ ഇനി ഓർഡർ ബൈ ആവറേജ് സാലറി എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അസെൻഡിങ് ഓർഡറിലാണ് അത് ചെയ്യുക കേട്ടോ. ആവറേജ് സാലറി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെന്താണ്, അസെൻഡിങ് ഓർഡറിലാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഡിസെൻഡിങ് ഓർഡറിലല്ല ചെയ്യുക, അസെൻഡിങ് ഓർഡറിലാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മുടെ പിന്നെ ഓർഡർ ബൈ ക്ലോസ് എന്ന് പറയുന്നത്, ഓർഡർ ബൈ ക്ലോസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതേപോലെ ഗ്രൂപ്പ് ബൈ. ഇനി ഇവിടെ വേറൊരാൾ കൂടെ ഉണ്ട്, ഹാവിംഗ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഹാവിംഗ് എന്ന് പറഞ്ഞാൽ ദി ഹാവിംഗ് ക്ലോസ് ഈസ് യൂസ്ഡ് ടു SQL ടു ഫിൽറ്റർ ഗ്രൂപ്പ്ഡ് റെക്കോർഡ്സ്. അതായത് ഗ്രൂപ്പ്ഡ് റെക്കോർഡ്സ് സിമിലർ ടു ദ വേർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ റോനെയാണ് അത് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഹാവിംഗ് എന്ന് പറയുന്നത് വേറിന്റെ വേറൊരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ പിന്നെ ഗ്രാമർ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് പറയുന്നു, ഈസ് ആർ എന്നൊക്കെ പറയുന്ന മാതിരി. ഓക്കെ, നമ്മൾ എന്ത് പറയുന്നു, ഓക്കെ, ഹാവ് വേർ എന്ന് ഇവിടെ പറയുന്നു. ഇവിടെ എന്താണ്, വേർ എന്ന് പറഞ്ഞാൽ സിംഗിൾ റെക്കോർഡിനാണ്. ഓക്കെ, ഹാവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു ഗ്രൂപ്പ് റെക്കോർഡ്സിനെ സെയിം വേർ കണ്ടീഷൻ എന്താ സെലക്ട് ചെയ്യുന്നത്, കണ്ടീഷൻ വെച്ച് സെലക്ട് ചെയ്യുന്നു. അതേപോലെ കണ്ടീഷൻ വെച്ചിട്ട് ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാൻ ആര് ചെയ്യുന്നത്, ഹാവിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇറ്റ് യൂസ്ഡ് ടു ആഫ്റ്റർ ഗ്രൂപ്പ് ബൈ ക്ലോസ് ടു ഫിൽട്ടർ അഗ്രിഗേറ്റ് വാല്യൂസ്. അതാണ് നമ്മുടെ ഹാവിംഗിന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഹാവിംഗ് അഗ്രിഗേറ്റ് കണ്ടീഷൻ, എന്താണോ കണ്ടീഷൻ അതാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, എന്താണ്, സെലക്ട് കോളം നെയിം, അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉണ്ടാവും, ടേബിൾ നെയിം എന്ന്, വേർ കണ്ടീഷൻ നിർബന്ധമല്ല. ഓക്കെ, ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ ഹാവിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. എന്താണ് ഗ്രൂപ്പ് ബൈയിൽ വേറെ എന്ത് കണ്ടീഷൻ ആണുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് ചെയ്തിട്ട് വീണ്ടും കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടീഷൻ കൊടുക്കുകയാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു, മാക്സിമം സാലറി അല്ലെങ്കിൽ ആവറേജ് സാലറി ഇത്ര ഉള്ളവരാണ് സെലക്ട് ചെയ്യേണ്ടത്. ഗ്രൂപ്പായി എല്ലാവരെയും സെലക്ട് ചെയ്യേണ്ട, ആ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് IT ഡിപ്പാർട്ട്മെന്റ് മാത്രം സെലക്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, ഇവിടെ എന്താണ്, സെലക്ട് ഡിപ്പാർട്ട്മെന്റ് ആവറേജ് സാലറി ആസ് ആവറേജ് സാലറി ഫ്രം എംപ്ലോയീസ് ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ ഞാൻ പറഞ്ഞു, ഓക്കെ വേറെ കണ്ടീഷൻ ഒന്നുമില്ല, ഹാവിംഗ് ആവറേജ് സാലറി ഗ്രേറ്റർ ദാൻ 50,000 ഓർഡർ ബൈ ആവറേജ് സാലറി ഡിസെൻഡിങ്. നമുക്ക് എന്താ കിട്ടിയത്, നേരത്തെ കിട്ടിയ അതേ റിസൾട്ട് നമുക്ക് കിട്ടി. ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ടേബിൾ എന്താണ്, ടേബിളിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്തൊക്കെ സെലക്ട് ചെയ്യുന്നത് ഇവിടെ നോക്കുക, ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ എന്ത് ചെയ്തു, ഡിപ്പാർട്ട്മെന്റിന് അങ്ങോട്ട് ഗ്രൂപ്പ് ചെയ്തു. IT എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, IT എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, HR എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ നോക്കുക HR എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എത്ര ഉണ്ട്, നമ്മുടെ വേറെ ഏതാ ഉള്ളത്, ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടെ ഉണ്ടായിരുന്നല്ലോ, ഏതാണ്, സെയിൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. സെയിൽസിൻ്റെത് 45,000 ആണ് അല്ലെ, സെയിൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ്.
സെയിൽസ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആവറേജ് സാലറി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് 50, ആ ഇവിടെ 52 അല്ലെ, 52,500. ഇവിടെ എത്രയാണ് 65, ഇവിടെ 45 തന്നെയാണ്, ഒരാൾ മാത്രമേ ഉള്ളൂ 45. ഇപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ആദ്യം ഗ്രൂപ്പിംഗ് ആണ് നടക്കുന്നത്. നേരത്തെ എന്തായിരുന്നു? നേരത്തെ അങ്ങനെയല്ല. നേരത്തെ എന്താണ്? നേരത്തെ ഇൻഡിവിജ്വലി നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഗ്രൂപ്പിംഗ് നടന്നത് കേട്ടോ. ഇവിടെ നോക്കാം, ഇവിടെ ഓൾറെഡി ഫസ്റ്റ് ഗ്രൂപ്പിംഗ് നടന്നു, ഗ്രൂപ്പ് ചെയ്തു, വേർ കണ്ടീഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല, സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. നോക്കാം കേട്ടോ, നമ്മൾ എന്ത് ചെയ്തു? ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം, ഹാവിംഗ് ആവറേജ് സാലറി ഗ്രേറ്റർ, എന്താണ് അഗ്രിഗേറ്റ് കണ്ടീഷൻ? ഹാവിംഗ് ആവറേജ് സാലറി ഗ്രേറ്റർ ദാൻ 50,000. ഇവിടെ ആവറേജ് സാലറി ഗ്രേറ്റർ ദാൻ 50,000 ഉള്ള 2 പേരാ ഉള്ളത്. ആ 2 പേര് സെലക്ട് ചെയ്തു. ഡിസെൻഡിങ് ഓർഡറിലാണ് എന്ത് ചെയ്ത്? ആവറേജ് സാലറിയുടെ ബേസിൽ ഡിസെൻഡിങ് ഓർഡറിലാണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാം. നേരത്തെ എന്താ ചെയ്തത്? ഇവിടെ നോക്കാം, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഗ്രൂപ്പ് ചെയ്തു, സെലക്ട് ചെയ്തു. ഇവിടെ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നോക്കാം, വേർ കണ്ടീഷൻ വെച്ചിട്ട് 45,000ന്റെ കൂടുതലുള്ള ആളെ സെലക്ട് ചെയ്തു. റോനെ, ഇൻഡിവിജ്വൽ റോനെ സെലക്ട് ചെയ്തു. മറ്റേത് അങ്ങനെയല്ല, എത്രയാണോ പൈസ ഒന്നും നോക്കിയിട്ടില്ല. ഒരു കണ്ടീഷൻ 45,000ന്റെ ഗ്രേറ്ററോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു? 45,000, അതായത് 45,000ന്റെ കൂടുതലുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഇവിടെ എങ്ങനെ എന്ത് ചെയ്തത്? ഇവിടെ ഗ്രൂപ്പ് ചെയ്തു എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. രണ്ടും വ്യത്യാസം മനസ്സിലാക്കാം. ഫസ്റ്റ് എന്താ അവിടെ നടന്നത്? സെലക്ട് ചെയ്തു, ദെൻ ഗ്രൂപ്പ് ചെയ്തു. ഇവിടെ എന്താണ്? ഗ്രൂപ്പ് ചെയ്തു, ദെൻ സെലക്ട് ചെയ്തു. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേർ ആൻഡ് ഹാവിംഗ്. നമ്മൾ രണ്ട് ഗ്രൂപ്പ് ബൈ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ യൂസ് ചെയ്തു. ഒന്ന് എബോവ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇതെന്താണ്? ഹാവിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ബൈ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹാവിംഗ് കണ്ടീഷൻ യൂസ് ചെയ്തു. അതാണ് വ്യത്യാസം അല്ലെ? ഫിൽറ്റേഴ്സ് റോസ് ബിഫോർ ഗ്രൂപ്പിംഗ് കണ്ടോ? ഇവിടെ ഫിൽറ്റേഴ്സ് ഗ്രൂപ്പ്സ് ആഫ്റ്റർ അഗ്രിഗേഷൻ. അതാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻഡിവിജ്വൽ റോ ആണ്, ഇവിടെ ഗ്രൂപ്പ് ഓഫ് റോ എന്നാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാവിംഗ് ആൻഡ് വേർ. Having is used with a collection of data or a group of data. Then where എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? Where is used with individual records or individual rows. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. Then next join ആണ്. join ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. join is nothing but Cartesian product with some condition is called ജോയിൻ എന്ന് പറയും. അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓർ ക്രോസ് പ്രോഡക്റ്റ് ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് ജോയിൻ. അങ്ങനെ നമുക്ക് പറയാം. കാർട്ടീഷ്യൻ, പക്ഷേ നമ്മൾ കൂടുതലായിട്ട് വരാം കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനാണ് ജോയിൻ എന്ന് പറയാം. ഓക്കെ, എ ജോയിൻ മാച്ചസ് ദ റോസ് ഫ്രം വൺ ടേബിൾ വിത്ത് റോസ് ഫ്രം അനദർ ടേബിൾ യൂസിങ് എ റിലേറ്റഡ് കീ കോളം, യൂഷ്വലി ഫോറിൻ കീ. ഫോറിൻ കീ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ടേബിളിനെ മാച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ ജോയിൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ പല ഡെഫിനിഷൻ ഉണ്ട്. അപ്പൊ ജോയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നത്തിങ് ബട്ട് രണ്ട് ടേബിളിനെ ജോയിൻ ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫെച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ജോയിൻ എന്ന് പറയാം എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇന്നർ ജോയിൻ ടൈപ്സ് ആണ് പറയുന്നത്. ഇന്നർ ജോയിൻ ഉണ്ട്, ഔട്ടർ ജോയിൻ ഉണ്ട്, ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ഉണ്ട്, റൈറ്റ് ഔട്ടർ ജോയിൻ ഉണ്ട്, നാച്ചുറൽ ജോയിൻ ഉണ്ട്, ഇക്വു ജോയിൻ ഉണ്ട്. അങ്ങനെ കുറച്ച് ജോയിൻസ് നമുക്ക് പറയാനുണ്ട്. റിട്ടേൺസ് ഓൺലി ദ മാച്ചിങ് റോസ് ഫ്രം ബോത്ത് ടേബിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? മാച്ചിങ് ടേബിൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? മാച്ചിങ് റോസ് എന്ത് ചെയ്യുന്നു? നമുക്ക് റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ നോക്കാം, സെലക്ട് സ്റ്റാർ ഫ്രം എ ഇന്നർ ജോയിൻ ബി ഓൺ എ ഐ ഡി ഈക്വൽ ടു ബി ഐ ഡി. അപ്പൊ ഈ എ ഐ ഡിയും ബി ഐ ഡിയും മാച്ച് ആവുന്ന, ബിയിലുള്ള ഐ ഡിയും എയിലുള്ള ഐ ഡിയും മാച്ച് ആവുന്ന റോസ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ ആരൊക്കെ ഉള്ളത്? ഇവിടെ എംപ്ലോയി എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്. ഇവിടെ 4 പേരുണ്ട്, ഇവിടെ 3 പേരുണ്ട്. ഇവിടെ നോക്കുക, ഡിപ്പാർട്ട്മെന്റ് ഐ ഡി നോക്കുക 10, 20. ഓക്കെ, ഇവിടെ നോക്കുക 10, 20. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഇന്നർ ജോയിൻ ചെയ്താൽ നമുക്ക് റിട്ടേൺ ആവുന്നത് എന്ന് പറഞ്ഞാൽ ഈ റോയും ആണ് റിട്ടേൺ ആവുന്നത്. ഇവിടെ നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ നോക്കാം, നമുക്ക് എന്താണ്? സെലക്ട് നെയിം, നമ്മൾ നെയിമും ഡിപ്പാർട്ട്മെന്റ് നെയിമും മാത്രമാണ് നമ്മൾ പ്രിന്റ് ചെയ്തത്. കണ്ടോ, നെയിമും ഡിപ്പാർട്ട്മെന്റ് നെയിമും മാത്രമാണ് പ്രിന്റ് ചെയ്തത്. ഫ്രം എംപ്ലോയി ഇന്നർ ജോയിൻ ഡിപ്പാർട്ട്മെന്റ് ഡി എംപ്ലോയി ഇ നെയിം, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഡി ആയിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഇത് വെച്ചു, നമ്മൾ എന്ത് ചെയ്തു? അസൈൻ ചെയ്ത് വെച്ചു. ദെൻ ഓൺ ഇന്നർ ജോയിൻ ആണ്. എന്തിനാണ്? ഇ എന്ന് പറഞ്ഞാൽ ആർ ഒബ്ജക്റ്റ് ആണ്? എംപ്ലോയിഡ് ഒബ്ജക്റ്റ് ആണ്. എംപ്ലോയിലെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഈക്വൽ ടു ഡി. ഓക്കെ, ഡിപ്പാർട്ട്മെന്റിലെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ഇവർ തമ്മിലുള്ള രണ്ടും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 10ഉം 20 ആണ് ഇവിടെ മാച്ച് ആവുന്നത്. 10ന്റെ നെയിം ആലീസും 20ന്റെ നെയിം ബോബും ആണ്. ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് എന്താണ്? 10ന്റെ HR-ഉം 20ന്റെ IT ആണ്. അങ്ങനെയാണ് ഇവിടെ കണ്ടോ ഇത് പ്രിന്റ് ചെയ്തത്. ക്ലിയർ ആയിട്ട് വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഞാൻ നോക്കാം, ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ഓൾ റോ ഫ്രം ദി ലെഫ്റ്റ് ടേബിൾ. ലെഫ്റ്റ് ടേബിളിലുള്ള എല്ലാ റോയും റിട്ടേൺ ചെയ്യും. ആൻഡ് ദ മാച്ചിങ് റോസ് ഫ്രം ദി റൈറ്റ് ടേബിൾ. റൈറ്റ് ടേബിളിലെ മാച്ചിങ് റോയും ആണ് നമുക്ക് എന്ത് ചെയ്യുക? റിട്ടേൺ ചെയ്യുക. ലെഫ്റ്റിലെ എല്ലാം റിട്ടേൺ ചെയ്യും, അത് മാച്ച് ആണോ മാച്ച് അല്ല നോക്കൂല. ലെഫ്റ്റിലുള്ള എല്ലാം റിട്ടേൺ ചെയ്യും, ദെൻ റൈറ്റിലെ മാച്ചിങ് ആയിട്ടുള്ളത് റിട്ടേൺ ചെയ്യും. ഇഫ് നോ മാച്ച് ദ റൈറ്റ് ടേബിൾ കോളംസ് വിൽ ബി നൾ. ഒന്നുമില്ല മാച്ച് ഇല്ലെങ്കിൽ ലെഫ്റ്റ് മൊത്തം റിട്ടേൺ ചെയ്യും, റൈറ്റിലത് മൊത്തം നള്ളാക്കിയിടും. നോക്കാം, സെലക്ട് ഇ നെയിം സെയിം ഡിപ്പാർട്ട്മെന്റ് നെയിം ഫ്രം ദി
എംപ്ലോയീസ് ഇ ആൻഡ് ലെഫ്റ്റ് ജോയിൻ ഡിപ്പാർട്ട്മെന്റ് ഡി ലെഫ്റ്റ് ജോയിൻ ആ ചെയ്യുന്നത് കേട്ടോ. സെയിം ലെഫ്റ്റ് ജോയിൻ ചെയ്തു. ലെഫ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് നേരത്തെ കൂടി നമുക്ക് എന്താണ് ഇവിടെ മാച്ച് ആയിട്ടുള്ളത് ഇവർ രണ്ടുപേരേ ഉള്ളൂ. പിന്നെന്താ ലെഫ്റ്റ് നമ്മൾ രണ്ട് ടേബിൾ ഉണ്ട്. യൂഷ്വലി ഇതാണ് ലെഫ്റ്റ് ടേബിൾ, ഇതാണ് റൈറ്റ് ടേബിൾ. അപ്പൊ ലെഫ്റ്റ് ടേബിൾ ബാക്കി ആരുണ്ട്? 3ഉം 4ഉം ഉണ്ട്. അവരുടെ പേര് കണ്ടോ, ചാർലി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഡേവിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലെഫ്റ്റ് ടേബിളിലെ എല്ലാ റോയും ഉണ്ടാവും. 1 2 3 4 കണ്ടോ, 4 റോയും ഉണ്ടാവും. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് നെയിം ഒന്നും മാച്ച് ആവുന്നില്ല. ഇവിടെ ഒന്നും മാച്ച് ആവുന്നില്ല. ഈ മാച്ചിങ് കണ്ടീഷൻ ഇതെന്താ, ഇത് മാച്ച് ആവുന്നില്ല. മാച്ച് ആവുന്നതുകൊണ്ട് നൾ എന്ന് പറഞ്ഞു കൊടുക്കും. വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് നോക്കാം. ഇതേപോലെ റൈറ്റിലെല്ലാം റിട്ടേൺ ചെയ്യും. ലെഫ്റ്റിലത് എന്ത് ചെയ്യും? മാച്ചിങ് മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ. കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ ഇവരെ തന്നെയാണ് മാച്ച്. ദെൻ റൈറ്റിലെല്ലാം എല്ലാ ഡിപ്പാർട്ട്മെന്റും റിട്ടേൺ ചെയ്യും. ഇവിടെ നോക്കാം, ഇവിടെ മാച്ച് അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇതാണ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക എന്താണ്? സെലക്ട് ഈ നെയിം ഡിപ്പാർട്ട്മെന്റ് നെയിം. ഈ നെയിമും ഡിപ്പാർട്ട്മെന്റ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിലാണ്, റൈറ്റ് ടേബിളിലാണ്. ദെൻ ഈ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നെയിം എന്ന് പറഞ്ഞാൽ നമ്മളെ ലെഫ്റ്റ് ടേബിളിലാണ്. ഇവിടെ നോക്കാം. അപ്പൊ ഇവിടെ മൂന്നും പ്രിന്റ് ചെയ്യും. റൈറ്റ് ടേബിളിലുള്ള മൂന്നും ഓട്ടോമാറ്റിക്കലി പ്രിന്റ് ചെയ്യും. ദെൻ എന്താണ്? ഇവിടത്തോട്ട് ലെഫ്റ്റ് ടേബിളിലുള്ള, അതായത് നമുക്ക് എന്താണ് നെയിം പ്രിന്റ് ചെയ്യുന്നത് ഈ കണ്ടീഷൻ മാച്ച് ആയിട്ടുള്ളതാണ്. ഈ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ എന്താണ്? ഇവിടെ റൈറ്റ് ജോയിന്റ് കണ്ടീഷൻ എന്താണ്? ഇവിടെ കണ്ടോ, ഡിപ്പാർട്ട്മെന്റ് ഐഡിയും അതുപോലെ തന്നെ ഇ ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ഐഡിയും ഡി ഡോട്ട് ഡിപ്പാർട്ട്മെന്റ് ഐഡിയും മാച്ച് ആവുന്ന ആലീസും ബോബും മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ ഇന്നർ ജോയിനിൽ ചെയ്തു. അത് മാത്രമേ മാച്ച് ആവുന്നുള്ളൂ. അപ്പൊ മാച്ച് ആയവ എല്ലാവരും പ്രിന്റ് ചെയ്യും. ഇനി മാച്ച് അല്ലാത്ത മാർക്കറ്റിംഗ് ഇവിടെ പ്രിന്റ് ചെയ്യും. കാരണം എന്താ? അത് റൈറ്റ് ആണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ റൈറ്റ് ടേബിളുള്ള കണ്ടന്റ് എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും അല്ലെ? റൈറ്റ് ടേബിളിലെ എവറി ഡാറ്റ ഇൻ ദി റൈറ്റ് ടേബിൾ ഷുഡ് ബി ഡിസ്പ്ലേ. അതാണ് എന്ത്? നമ്മുടെ റൈറ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത്. ദെൻ എന്താണ്? ഇനി ലെഫ്റ്റിൽ എന്താണ്? ആ സ്പേസിൽ എന്ത് ചെയ്യും? നൾ വാല്യൂ പ്രിന്റ് ചെയ്യും. കാരണം എന്താ? അവിടെ ഒന്നും മാച്ചിങ് ഇല്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലെഫ്റ്റിലും സംഭവിക്കുന്നത്. ഇനി ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് ഇൻറ്റു റൈറ്റിനാണ് നമ്മൾ ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറയാം. അപ്പൊ നോക്കാം, ഓൾ എംപ്ലോയീസ് ആൻഡ് ഓൾ ഡിപ്പാർട്ട്മെന്റ് മാച്ചിങ് വേർ പോസിബിൾ. അതായത് ഇവിടെ നോക്കാം, ഇവിടെ എന്താ ചെയ്യുന്നത്? ലെഫ്റ്റിനെയും റൈറ്റിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറയും. ഇവിടെ നോക്കാം, ആലീസ് ബോബ് മാച്ചിങ്, ഇത് മാച്ചിങ് ആണ്. ഇത് നമ്മൾ ആദ്യത്തെ റിസൾട്ട് ആയിരുന്നു. ഇതിലെ ലെഫ്റ്റ് ഔട്ടർ ജോയിനിലെ റിസൾട്ടും ഇത് റൈറ്റ് ഔട്ടർ ജോയിനിലെ റിസൾട്ടും ആണ്. ഇവിടെ നോക്കിക്കേ, ഇത് നമ്മളെ ലെഫ്റ്റ് ഔട്ടർ ജോയിനിലെ റിസൾട്ടും അല്ലെ, ഇത് നമ്മളെ റൈറ്റ് ഔട്ടർ ജോയിനിലെ റിസൾട്ടും ആണ്. അപ്പൊ ഇവര് രണ്ടുപേരും എന്താണ്? കൂടി കമ്പൈൻ ചെയ്തു. ഇത് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. അപ്പൊ ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്നർ ജോയിന്റെ റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്? നമ്മളെ ലെഫ്റ്റ് ഔട്ടർ ജോയിന്റെ റിസൾട്ട് ഉണ്ടാവും, റൈറ്റ് ഔട്ടർ ജോയിന്റെ റിസൾട്ട് ഉണ്ടാവും. ഇവരെല്ലാരും കൂടെ കൂടിയിട്ടുള്ളതാണ്. സിംപ്ലി പറയുകയാണെങ്കിൽ കേട്ടോ, ഇവരെല്ലാരും കൂടെ കൂടിയിട്ടുള്ള റിസൾട്ട് ആണ് നമ്മൾ ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത്. റിട്ടേഴ്സ് ഓൾ എംപ്ലോയി ആൻഡ് ഓൾ ഡിപ്പാർട്ട്മെന്റ്. കേട്ടോ, എല്ലാ എംപ്ലോയിനെയും വരും, എല്ലാ ഡിപ്പാർട്ട്മെന്റും വരും. പക്ഷെ മാച്ചിങ് ആയത് നമുക്ക് കുഴപ്പമില്ല. മാച്ചിങ് അല്ലാത്തടത്ത് എന്ത് ചെയ്യും? നൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യും. അതായത് ലെഫ്റ്റും റൈറ്റും കൂടെ കൂടിയിട്ടുള്ളതാണ് നമുക്ക് എന്ത്? നമ്മളെ ഫുൾ ഔട്ടർ ജോയിൻ എന്ന് പറയുന്നത്. ദെൻ ക്രോസ് ജോയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. എല്ലാ റിസൾട്ടും ഉണ്ടാവും. അതായത് നമ്മളെല്ലാം ഇപ്പൊ നമുക്ക് എന്താണ്? ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ ടേബിൾ ഇതാ, ഇവിടെ 4 പേരുണ്ട്, ഇവിടെ 3 പേരുണ്ട്. ടോട്ടൽ 12 റിസൾട്ട് നമുക്ക് ഉണ്ടാവും. 12 റിസൾട്ട് കണ്ടോ, ഇവിടെ കണ്ടോ, ആലീസ് HR എന്ന് പറയുന്നത് കണ്ടോ, ടോട്ടൽ 4x3 എല്ലാവരും കൂടെ. ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ, ഞാൻ ഫുൾ ഇത് കൊടുക്കാത്തതാണ്. എന്ത് ചെയ്യുന്നു? നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഞാൻ ചെയ്ത് കാണിച്ചു തന്നിരുന്നു. അതാണ് ക്രോസ് ജോയിൻ എന്ന് പറയുന്നത്. ദെൻ സെൽഫ് ജോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ടേബിളുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കുക, മാനേജർ ഐ ഡി ഉണ്ട്, എംപ്ലോയി ഐ ഡി ഉണ്ട്. ഇവർ ഈ മാനേജർ ഐ ഡിയും എംപ്ലോയി ഐ ഡിയും തമ്മിൽ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ നോക്കുക, ഇ ഡോട്ട് മാനേജർ ഐ ഡി, എം ഡോട്ട് എന്താണ്? എംപ്ലോയി ഐ ഡി. ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? സെലക്ട് നെയിം ആസ് എംപ്ലോയി ആൻഡ് എം ഡോട്ട് നെയിം ആസ് മാനേജർ എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു? മാനേജർ എന്ന് പറയുന്നതും എംപ്ലോയി എന്ന് പറയുന്ന രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഇവിടെ നോക്കുക, ഫ്രം എംപ്ലോയീസ് ജോയിൻ എംപ്ലോയീസ് എം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയത്. അതായത് നോക്കുക, സെലക്ട് ഇ ഡോട്ട് നെയിം ആസ് എംപ്ലോയി, ദെൻ എം ഡോട്ട് നെയിം ആസ് മാനേജർ. അപ്പം എം ഡോട്ട് നെയിം ആണെങ്കിൽ മാനേജറും ഇ ഡോട്ട് ആണെങ്കിൽ എംപ്ലോയിയും ആണ്. അപ്പോൾ ഫ്രം എംപ്ലോയീസ് ആസ് ഇ ദെൻ ജോയിൻ എംപ്ലോയീസ് എം എന്ന് പറഞ്ഞാൽ ഒരേ ടേബിളിലുള്ള 2 പേരെ തമ്മിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഒരേ ടേബിളിലുള്ള നോക്കുക, ഓൺ ഇ ഡോട്ട് മാനേജർ ഐ ഡി ഈക്വൽ ടു എം ഡോട്ട് എംപ്ലോയി ഐ ഡി. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? എംപ്ലോയി എന്ന് പറഞ്ഞിട്ടും മാനേജർ എന്ന് പറഞ്ഞിട്ടും 2 പേരുണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ മാച്ച് ആവുന്നത് നോക്കുക, ഇവിടെ 1 ആണ്, ഇവിടെ നള്ളാണ്. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇ ഡോട്ട് മാനേജർ ഐ ഡി ഈക്വൽ ടു എം ഡോട്ട് എംപ്ലോയി ഐ ഡി. ഇ ഡോട്ട് മാനേജർ ഐ ഡി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കേട്ടോ. ഇവിടെ എന്താണ്? എം ഡോട്ട് മാനേജർ അല്ലേ, നമ്മളെ എം അല്ല മാനേജർ. സെക്കൻഡ്,
ഇ ഡോട്ട് നെയിം എം ഡോട്ട് ഇവിടെ എന്താണ് ഇ ഡോട്ട് എംപ്ലോയി ഐ ഡി കേട്ടോ, ഇ ഡോട്ട് എംപ്ലോയി ഐ ഡി. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ വണ്ണ് ആലീസ് ദെൻ വണ്ണ് ബോബ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ബോബ് ആലീസ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും കണ്ടോ, ബോബ് ആലീസ് എന്ന് പറഞ്ഞ ഇവിടെ കണ്ടോ, വണ്ണും ആലീസും ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, വണ്ണ് ബോബ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ദെൻ എന്താ അടുത്തത് വരുന്നത്, ഇതാ വണ്ണ് ചാർലി ആലീസ് അല്ലെ, അപ്പൊ വണ്ണ് ചാർലി ആയിട്ട് മാച്ച് ചെയ്യുന്നത്, അപ്പൊ ആലീസും ചാർലിയും വരും. പിന്നെ ടു ആയിട്ട് ടു ബോബ് ഉണ്ട്, ടു ഡേവിഡ് ഉണ്ട് കണ്ടോ, ടു ബോബ് ടു ഡേവിഡ്. ഇതാണ് ഒരേ ടേബിളിൽ തന്നെയുള്ള രണ്ട് പേര് തമ്മിൽ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൽഫ് ജോയിൻ എന്ന് പറയുന്നത്. ദെൻ വളരെ പ്രധാനപ്പെട്ട ജോയിൻ ആണ് ഇക്യു ജോയിൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഈക്വൽ കണ്ടീഷൻ വെച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഇക്യു ജോയിൻ എന്ന് പറയാം. ഓക്കെ, എന്താണ് കീ പോയിന്റ്സ്, റിക്വയർസ് കോളം കോമൺ കോളം, നമുക്ക് കോമൺ കോളം ആവശ്യമുണ്ട്. യു മസ്റ്റ് മാനുവലി സ്പെസിഫൈ ദി ജോയിൻ കണ്ടീഷൻ ഓൺ, നമ്മൾ നേരത്തെ ചെയ്തതാണ്. ദെൻ എന്താണ് ഇന്നർ ജോയിൻ വിത്ത് ഈക്വൽ കണ്ടീഷൻ, ഇവിടെ കണ്ടോ, ഇതാണ് ഇത് നമ്മൾ ഇപ്പൊ ഇത്രയും ചെയ്തത് ഈക്വൽ ആണ്. ഈക്വൽ ആയിട്ടുള്ളതൊക്കെ ഇവിടെ ഗ്രേറ്റർ ദാൻ വരാം, ഇവിടെ ലെസ് ദാൻ വരാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാം. ഈ കണ്ടീഷൻസിനെ പറയുന്ന പേരാണ് തീറ്റ ജോയിൻ എന്ന് പറയുന്നത്. എന്താണ് തീറ്റ, തീറ്റ ജോയിൻ എന്ന് പറയുന്ന ജോയിൻ ഉണ്ട്. അതായത് പല കണ്ടീഷൻ വെച്ച് ചെയ്യുന്നതിനാണ് തീറ്റ ജോയിൻ എന്ന് പറയുന്നത്. അതിലൊരു കണ്ടീഷനാണ് ഇക്യു ജോയിൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് വരാം, ഈക്വൽ വരാം, ഇവിടെ ലെസ് വരാം, ഒക്കെ വരാം. ഓക്കെ, അതായത് ഇവിടെ ഐഡിയ എന്നാണോ ഇവിടെ സാലറി ആവാം, ഇവിടെ പല അട്രിബ്യൂട്ടും ആവാം, അത് വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ദെൻ നാച്ചുറൽ ജോയിൻ എന്ന് പറഞ്ഞാൽ ഇക്യു ജോയിന്റെ വേറൊരു ഫോമാണ്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഇക്വേറ്റ് ചെയ്തോളും. നമ്മൾ ഇങ്ങനെ ഈക്വൽ ടു കണ്ടീഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് കോൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കും. ഓക്കെ, നാച്ചുറൽ ജോയിൻ എന്താ ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നാച്ചുറൽ ജോയിൻ എന്താ ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് കോളംസ് ഒഴിവാക്കും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എന്താണ് നാച്ചുറൽ ജോയിൻ എന്ന് പറയുന്നത്, എന്താണ് നമുക്ക് നോക്കാം, എന്താണ് അതിന്റെ സിന്റാക്സ് നോക്കുക. ഇവിടെ കണ്ടോ, ഇവിടെ സെലക്ട് നെയിം ഡിപ്പാർട്ട്മെന്റ് നെയിം ഫ്രം എംപ്ലോയീസ്, നാച്ചുറൽ ജോയിൻ ഡിപ്പാർട്ട്മെന്റ്. നാച്ചുറൽ ജോയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എംപ്ലോയിയും ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് ഇക്യു ജോയിൻ പോലെ തന്നെയാണ്, ഈക്വൽ കണ്ടീഷൻ ഉള്ളതാണ് ജോയിൻ ചെയ്യുക. പക്ഷെ അവിടെ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് കോളം വരികയാണെങ്കിൽ ഒഴിവാക്കും. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്, എ ബി സി, എ ബി ഉണ്ട്, ഇത് ടേബിൾ എക്സ് ആണ്, ഇത് ടേബിൾ വൈ ആണ്, ഡബ്ല്യു സെഡ്. ഇവിടെ നോക്കാം, 1 1 2 3. ഓക്കെ, ഇവിടെ എത്ര ഉണ്ട്, ഇവിടെ 1 2, ഇവിടെ 2 10. ഇവിടെ നോക്കുക, ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ഇക്യു ജോയിൻ ആണെങ്കിൽ നമ്മളെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, എക്സ് ഡോട്ട് എ ഈക്വൽ ടു ഡബ്ല്യു ഡോട്ട് എ, സോറി വൈ ഡോട്ട് ഡബ്ല്യു. അതായത് ഈ കോളം തമ്മിലുള്ള മാച്ചിങ് ആണ് നോക്കുന്നത്. അപ്പൊ എന്താ നമുക്ക് ആൻസർ വരിക, എക്സ് ഡോട്ട് എ 1 1. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇത് ബി ആണെന്ന് വിചാരിക്കട്ടോ, ഇത് ബി ആണെന്ന് വിചാരിക്കുക, ഇത് ബി ആണ്, 1 1. ഒരു സെക്കൻഡ്, ഈ ജോയിന് നമുക്ക് എക്സാമ്പിൾ ഒന്ന് മാറ്റാം. ഇവിടെ ബി ട്ടോ, ബി, ഇവിടെ എ ഡോട്ട്, ഇവിടെ എയും ഡബ്ല്യു ആയിക്കോട്ടെ, അങ്ങനെ വേണം, ഒരേ കോളമാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഒറ്റ സെക്കൻഡ്, എക്സ് ഡോട്ട് എ ദെൻ വൈ ഡോട്ട് എ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരിക, നമുക്ക് 1 1 1 2 വരും. അതുപോലെ തന്നെ 1 1 2 10 വരും. ദെൻ അപ്പൊ ഇതേതാണ്, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് അതിലെ വൈയിലെ എ ആണ്, വൈയിലെ ഡബ്ല്യു ആണ്. ഓക്കെ, ദെൻ അടുത്തത് എന്താ വരിക, ദെൻ 2 3 1, സോറി 2 3 2 10 അല്ലെ, 2 3 2 10 അല്ലെ. ദെൻ അടുത്തത് ഏതാ 2 ആയിട്ട് മാച്ച് ആവുന്നു, ഇവിടെ 1 1 ആയിട്ട് മാച്ച് ആവുന്നു. ഇവിടെ 1 1 2 ഇല്ലല്ലോ, ഈ 2 വരില്ല. ഇതാണ് നമ്മളെ റിസൾട്ട്, ഇതില്ല കേട്ടോ, ഇതാണ് നമ്മളെ റിസൾട്ട്. അതായത് ഇവിടെ നോക്കാം, എ ആയിട്ട് മാച്ച് ആവുന്ന രണ്ട് കോളാണുള്ളത്. ആദ്യം 1 1 എയും അല്ലെ, ഈ 1 മാച്ച് ആവുന്നു, അത് പ്രിന്റ് ചെയ്തു. അടുത്ത ഈ 2 മാച്ച് ആവുന്നു. ഇവിടെ നോക്കാം, ഇവിടെ ഇത് ഇക്യു ജോയിൻ ആണ്. നാച്ചുറൽ ജോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നമ്മൾ ഈക്വൽ ടുവിന്റെ പകരം ഇവിടെ നമ്മൾ എഴുതുന്നത് ഇത് ഇക്യു ജോയിന്റ് ഇതാണ് കേട്ടോ. നാച്ചുറൽ ജോയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നോക്കാം, നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ സെലക്ട് എക്സ് ഡോട്ട് എ കൊമ, അല്ലെങ്കിൽ നെയിം ആയിക്കോട്ടെ, നെയിം അല്ല എ ആയിക്കോട്ടെ, നമ്മൾ എ ആണല്ലോ. സെലക്ട് എ കോമ ബി കോമ ഡബ്ല്യു ഫ്രം ഡിപ്പാർട്ട്മെന്റ്, ഫ്രം എന്താണ് നമ്മളെ എക്സ് നാച്ചുറൽ ജോയിൻ
നാച്ചുറൽ ജോയിൻ y എന്ന് പറഞ്ഞിട്ടാ കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ എക്സിൽ ഇവിടെ നോക്കുക, എക്സിലും വൈയിലും കൂടെ രണ്ട് എ വരുന്നുണ്ട്, കണ്ടോ, രണ്ട് എ വരുന്നത്. ഇത് ഇക്യു ജോയിൻ ആണ്, ഇത് ഇതേപോലെ പ്രിന്റ് ചെയ്യും. നാച്ചുറൽ ജോയിൻ ആണെങ്കിൽ ഒരു ഏനെ കട്ട് ചെയ്യും, യൂഷ്വലി റൈറ്റ് ടേബിളുള്ള ഏനാണ് കട്ട് ചെയ്യുക, അതായത് വൈയിലെ ഏനാണ് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് നാച്ചുറൽ ജോയിൻ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് 1 2 1 3 2 10 ഉണ്ടാവുള്ളൂ, ഒരു ഏനെ കട്ട് ചെയ്യും. അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, നമ്മൾ സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് നാച്ചുറൽ ജോയിൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മുടെ ഇക്വു ജോയിൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു കണ്ടീഷൻ നമുക്ക് തരുന്നു. തീറ്റ ജോയിൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടീഷനും നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നാച്ചുറൽ ജോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കോളം ഒഴിവാക്കുന്നു, ലൈക്സ് ഇക്യു ജോയിൻ ഡ്യൂപ്ലിക്കേറ്റ് കോളം ഒഴിവാക്കി വർക്ക് ചെയ്യുന്നു. ഇതാണ് ഇവിടെ രണ്ടിന്റെയും ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം കേട്ടോ. ദെൻ ലാസ്റ്റ് ആണ് വ്യൂ എന്ന് പറഞ്ഞാൽ. വ്യൂ എന്ന് പറഞ്ഞാൽ വെർച്വൽ ടേബിളിനാണ് നമ്മൾ വ്യൂ എന്ന് പറയുക. ആക്ച്വലി ഒരു ടേബിൾ അല്ല, കുറച്ച് പിന്നെന്താണ്, നമുക്ക് കോഡ് റീയൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് വ്യൂ എന്ന് പറയുന്നത്. എ വ്യൂ ഇൻ SQL ഈസ് സേവ്ഡ് SQL query ദാറ്റ് ആക്ട്സ് ആസ് എ വെർച്വൽ ടേബിൾ. ഇപ്പോൾ ഒരു വെർച്വൽ ടേബിൾ ആണ്. വെർച്വൽ മീനിങ് എന്താ, നമുക്ക് ആക്ച്വലി ടേബിൾ ഉള്ള പോലെ തോന്നും, പക്ഷേ നമുക്ക് എന്താണ്, അതൊരു എന്താണ്, ഒരു ഒറിജിനൽ ടേബിൾ ആയിരിക്കില്ല, അതൊരു വെർച്വൽ ടേബിൾ ആണ്. അതിൽ എന്താണ്, ഡാറ്റ സ്റ്റോർ ചെയ്യാനൊന്നും പറ്റൂല, പക്ഷെ നമുക്ക് അതെന്ത് ചെയ്യാം, ഒരു query പോലെ ആക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. Unlike regular table, views do not store the data themselves. Instead, they dynamically generate the data by executing the SQL query defined in the view. ആ ഒരു വ്യൂവിൽ ഡിഫൈൻ ചെയ്ത നമ്മളെ query നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കുറെ കോംപ്ലക്സ് ആയിട്ടുള്ള query നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് query എന്ത് ചെയ്യാം, ആ വ്യൂവിൽ ഡിഫൈൻ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, ആ വ്യൂ കോൾ ചെയ്യുന്നതിനനുസരിച്ച് അത് വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് എന്താ, നമുക്ക് ഒരു വലിയ query നമുക്കൊരു വ്യൂ ആക്കി വെച്ചാൽ മതി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Okay, it can fetch the data from one or more tables and present in a customized format, allowing the developers. Okay, അതായത് എന്താണ്, നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വ്യൂ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. എന്തിനാണ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് വ്യൂ? സിംപ്ലിഫൈ ദ കോംപ്ലക്സ് queries, enhance the security, present the data flexibility. ഇവിടെ നോക്കുക, ഇവിടെ ഇതാണ് നമ്മളെ വ്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മളെ സിൻടാക്സ് എന്ന് പറയുന്നത്. ക്രിയേറ്റിംഗ് വ്യൂ നെയിം ആസ് സെലക്ട്, ഏതൊക്കെ കോളം ആണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഫ്രം ദി ടേബിൾ വേർ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കാം കേട്ടോ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ക്രിയേറ്റ് വ്യൂ ഹൈ സാലറി എന്ന വ്യൂവിന്റെ പേരെന്താണ്, ഹൈ സാലറി ആസ് സെലക്ട് നെയിം സാലറി ഫ്രം എംപ്ലോയീസ്. അപ്പൊ ഇവിടെ എന്താ, ഈ വ്യൂവിൽ എന്തൊക്കെ നമ്മൾ ചെയ്തു വെച്ചത്, ഹൈ സാലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂ ഉണ്ടാക്കി. ഹൈ സാലറി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂ ഉണ്ടാക്കി. അതിൽ എന്തൊക്കെയുണ്ട്, നെയിമും ഉണ്ട്. നമ്മൾ ടേബിളിൽ ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, ഒരു 10-20 ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. നെയിം, അഡ്രസ്, ഫോൺ നമ്പർ. അതിൽ നമ്മൾ എന്ത് ചെയ്തു, നെയിമും സാലറിയും മാത്രം വെച്ചു. ഫ്രം എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ കേട്ടോ, എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ നമ്മൾ ഈ നെയിമും സാലറിയും മാത്രം വെച്ച് നമ്മൾ ഈ വ്യൂ ഉണ്ടാക്കി. വേറെ സാലറി എന്ന് പറഞ്ഞാൽ ഹൈ സാലറിയുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 50,000 കൂടുതൽ. അപ്പൊ ഇവിടെ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ഇത് 55K ആണ്, ഇത് 75K ആണ്, 85K ആണ്. ഇവർ മാത്രമാണ്. അപ്പൊ ഇതൊരു വ്യൂ ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. വ്യൂ, ഓക്കെ, ഇതൊരു റിസൾട്ട് ആണ്, ആക്ച്വലി ഒരു റിസൾട്ട് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ റിസൾട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ഇനി ആവശ്യമുള്ള സമയത്ത് നമുക്ക് ജസ്റ്റ് ഇനി സെലക്ട് ഫ്രം ഹൈ സാലറി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്താൽ നമുക്ക് ഇത് പ്രിന്റ് ചെയ്യാൻ പറ്റും. സെലക്ട് ഫ്രം ഹൈ സാലറി, ദിസ് ഈസ് എ വ്യൂ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് വ്യൂ. അപ്പൊ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം ഹൈ സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ഈ ഒരു റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ജോയിനോ ഗ്രൂപ്പോ വേറോ അങ്ങനെ നമുക്ക് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. കോംപ്ലക്സ് ക്വറീസിനെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആക്കി മാറ്റാം. കാരണം എന്താ, ഇതൊക്കെ നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇനി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇത് കോൾ ചെയ്താൽ മതി. അപ്പൊ ഇത്രയും കൊറിയുടെ നമുക്ക് റീയൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ജസ്റ്റ് ഇത് കോൾ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അത്രയും സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റും. അതാണ് വ്യൂയുടെ യൂസ് എന്ന് പറയുന്നത്. ഇനി വ്യൂ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വ്യൂവിന്റെ നെയിം ഡ്രോപ്പ് വ്യൂ ഹൈ സാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് കംപ്ലീറ്റ് വ്യൂവിനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു വെർച്വൽ ടേബിൾ ആണ്, ആക്ച്വലി ടേബിൾ അല്ല, ഒരു വെർച്വൽ ടേബിൾ ആണ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്നുള്ളത് മനസ്സിലാക്കുക. ടു റിമൂവ് ഓർ ഡിലീറ്റ് എ വ്യൂ ഇൻ SQL യു ക്യാൻ യൂസ് ഡ്രോപ്പ് കമാൻഡ്. ഡ്രോപ്പ് വ്യൂ ദെൻ എന്താണ്, വ്യൂ നെയിം. അതാണ് നമ്മുടെ വ്യൂവിനെ ഡ്രോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, ഇവിടെ ഗ്രൂപ്പ് എന്താണ്, ദെൻ ഓർഡർ ബൈ എന്താണ്, ഹാവിങ് എന്താണ്, ദെൻ ടൈപ്സ് ഓഫ് ജോയിൻസിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്. ജോയിൻസിൽ നമ്മൾ ഇന്നർ ജോയിൻ പറഞ്ഞു, ദെൻ ഔട്ടർ ജോയിൻ പറഞ്ഞു, ലെഫ്റ്റ് ഔട്ടർ ജോയിൻ പറഞ്ഞു, റൈറ്റ് ഔട്ടർ ജോയിൻ ഉണ്ട്, ഫുൾ ഔട്ടർ ഉണ്ട്. ഔട്ടർ ജോയിൻ തന്നെ 3 കാറ്റഗറി ഉള്ളത്, ലെഫ്റ്റ്, റൈറ്റ്, ഫുൾ ഔട്ടർ ജോയിൻ.
ദെൻ ഇന്നർ ജോയിൻ പറഞ്ഞു, ദെൻ ഇക്യു ജോയിൻ പറഞ്ഞു, ദെൻ നാച്ചുറൽ ജോയിൻ പറഞ്ഞു, സെൽഫ് ജോയിൻ പറഞ്ഞു, ക്രോസ് ജോയിൻ പറഞ്ഞു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ വ്യൂ പറഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്. ഈ ഒരു മൊഡ്യൂളിലുള്ള നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ.